ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. യെസ്, അങ്ങനെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നാളെ 12 മണി വരെ, രാത്രി 12 മണി വരെയാണ് സമയമുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് വേണമെങ്കിലും ഏത് സമയത്ത് സംഭവിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീതം കോട്ടാനിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വലിയ ഇത് സംശയം തന്നെ നടപ്പുണ്ട്. ഇതൊരു സ്വാപ്പ് ഡീലിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിട്ടിരുന്നത്. അഭിഷേക് സൂര്യവംശിയെ കൊടുത്ത് നമ്മുടെ പ്രീതം കോട്ടാലിനെ വാങ്ങിക്കാനുള്ള ഒരു സ്വാപ്പ് ഡീലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിട്ടത്. എന്തായാലും ആ ഒരു സ്വാപ്പ് ഡീലിന് സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഒരു ട്രാൻസ്ഫർ ഫീ വേണമെങ്കിൽ നൽകി പ്രീതം കോട്ടാലിനെ സ്വന്തമാക്കാം എന്നുവരെ മോഹൻ ബഗാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അലക്സജി അവർ സ്വന്തമാക്കാൻ നോക്കിയിരുന്നു. ആ ഒരു സമയത്ത് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അലക്സജി ഹൈദരാബാദ് FC നിലനിർത്താൻ നോക്കുകയാണ് എന്നുള്ള കാര്യമാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ മിക്കവാറും പ്രീതം കോട്ടാലിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫർ ഫീ കൊടുക്കുകയാണെങ്കിൽ പ്രീതം കോട്ടാലിനെ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നൽകാനും സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ കുറച്ച് ഡൊമസ്റ്റിക് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്കും വരാനുള്ള സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു, ഷില്ലോങ് ലജോഗിൽ നിന്നും ഒക്കെ. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.